ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. കല്യാണി ചോദിക്കുകയാണ്, എന്താ അത് കൊലക്കുറ്റമല്ലേ? അത് ചെയ്തവർക്കും ശിക്ഷ കിട്ടണ്ടേ? കിട്ടണം, കിട്ടിയേ പറ്റൂ. അതും ഈ കല്യാണിയുടെ വാശി തന്നെയാണ്. നിങ്ങൾ എല്ലാവരും കൂടി അത് മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടും ഞാനത് തിരിച്ചറിഞ്ഞു. എന്റെ ദൈവങ്ങളത് എനിക്ക് കാട്ടിത്തന്നു. ഞാൻ ദൈവത്തെപ്പോലെ കാണുന്ന ഒരാളാണ് എന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് കരയുകയാണ് കല്യാണി. ദേഷ്യത്തോടെ കല്യാണി വീണ്ടും പറയുകയാണ്, എന്റെ അച്ഛനെ കൊന്നത് വലിയ കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ കൊന്നത് വലിയ കുഞ്ഞിന്റെ അച്ഛനാണ്, തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ. അല്ലെന്ന് പറയാമോ? എന്റെ വലിയ കുഞ്ഞു പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കാം. എന്താ മറുപടി ഇല്ലാത്തത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആരാ ഇപ്പോൾ പ്രതികാരം ചെയ്തത്? ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണിയോ അതോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനുമോ എന്ന് ഉറക്കെ ചോദിക്കുകയാണ് കല്യാണി. പറയ്, എനിക്ക് മറുപടി. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആനന്ദിനെ നോക്കി കല്യാണി വീണ്ടും ചോദിക്കുകയാണ്, അപ്പോ എല്ലാരും കൂടി അറിഞ്ഞിട്ടാണല്ലേ, വലിയ കുഞ്ഞും കൂടി ഉൾപ്പെട്ടിട്ടാണല്ലേ ആ കൃത്യം നിർവഹിച്ചത്? ഇത് കേട്ട് കല്യാണി അടിക്കാൻ കൈ ഉയർത്തുകയാണ് ആനന്ദ്. പക്ഷെ ആനന്ദ് കല്യാണി അടിക്കുന്നില്ല. കല്യാണി വീണ്ടും ചോദിക്കുകയാണ്, ആ ഡോക്ടർ എനിക്ക് കഴിക്കാൻ അഖില മേഡത്തെ ഏൽപ്പിച്ച ഗുളിക എനിക്ക് തന്നത് ശിവരാമകൃഷ്ണൻ സാറല്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് വലിയ കുഞ്ഞ് ഇതറിഞ്ഞിട്ടും എന്തുകൊണ്ടാ എന്നോടിത് പറയാതിരുന്നത്? എന്തിനാ എന്നോട് മറച്ചു വെച്ച? വീണ്ടും കല്യാണി പറയുകയാണ്, എന്തിനാ എന്നോടത് മറച്ചു വെച്ചത്? അപ്പോ വലിയ കുഞ്ഞും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അബോർഷനുള്ള ഗുളിക എനിക്ക് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം അന്തം വിട്ട് ആനന്ദ് നോക്കുകയാണ് കല്യാണിയെ. കല്യാണി വീണ്ടും പറയുകയാണ്, എനിക്കങ്ങനെ സംശയിച്ചൂടെ? അപ്പോൾ പ്രതികാരം എന്നോടാണ് ചെയ്തത്, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കല്യാണി. എനിക്കാരോടും ഒരു പ്രതികാരവുമില്ല, സത്യം അറിയണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ എല്ലാവരും കൂടി ചതിച്ചു. എന്നെ വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു. എന്റെ കുഞ്ഞിനെ എന്തിനാ കൊന്നുകളഞ്ഞത്? ഞാൻ എവിടെയെങ്കിലും പോയി കൂലിവേല ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തി ജീവിച്ചേനെ. എന്തിനാ വലിയ കുഞ്ഞെ നിങ്ങൾ ആ മഹാപാപം ചെയ്തത്? ഈ പാപിയുടെ വയറ്റിൽ പിറന്നു പോയതാണോ എന്റെ കുഞ്ഞു ചെയ്ത തെറ്റ്? അമ്മയ്ക്ക് ബലിയൊക്കെ ഇട്ട് വന്നതല്ലേ ഈ ഭൂമിയിൽ ജനിക്കാതെ പോയ എന്റെ കുഞ്ഞിന് വലിച്ചോറിടേണ്ട ഗതികേടാണ് എനിക്കിപ്പോൾ വന്നു പോയിരിക്കുന്നത്. എന്താ ആ കുഞ്ഞിന് വേണ്ടി എനിക്കൊരു ബലിത്തറ വലിയ കുഞ്ഞിന് ഒരുക്കി തരാമോ? കല്യാണിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ആനന്ദ്. കല്യാണി പറയുകയാണ്, അതിനൊന്നും ഉത്തരമില്ല അല്ലേ? എന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെ ഉത്തരം നൽകാൻ ആർക്കും കഴിയില്ല. ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്നെ ആരാ ഒന്ന് ആശ്വസിപ്പിക്കുക? പറയ്, എന്നോടിത് വേണ്ടായിരുന്നു വലിയ കുഞ്ഞെ. വേണ്ടായിരുന്നു എന്ന് വീണ്ടും പറയുകയാണ്. പക്ഷെ ആനന്ദിന് മറുപടിയൊന്നും ഇല്ല. അതിനുശേഷം കല്യാണി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. അവിടെ നന്ദന അരവിന്ദിനോട് പറയുകയാണ്, അരവിന്ദ്, എന്റെ അഭിപ്രായത്തിൽ ഇനി വൈകിക്കേണ്ട. എത്രയും പെട്ടെന്ന് അങ്കിളിനെ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. വേറൊന്നും ഉണ്ടാവില്ല അരവിന്ദ്. ശരീരത്തിൽ സോഡിയവും പൊട്ടാസ്യവും ഒക്കെ കുറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അരവിന്ദ് പറയുകയാണ്, ഒരുപാട് രോഗത്തിന് മെഡിസിൻ കഴിക്കുന്ന ആളാണ് അച്ഛൻ. അമ്മയുടെ മരണത്തിൽ നിന്നുണ്ടായ ഷോക്കല്ലേ, അത് മാറും. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഗത്യന്തരമില്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കുകയല്ലേ നിവർത്തിയുള്ളൂ. അമ്മയില്ലാത്ത ഒരു ലോകം അച്ഛനില്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. അതെനിക്കറിയാം അരവിന്ദ്. വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ് അവർ തമ്മിലുള്ള ഹൃദയബന്ധം. പക്ഷേ മനസ്സെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലോകമാണ്. അങ്കിളിന്റെ മനസ്സിലൂടെ ഇപ്പോൾ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ അറിയില്ല. ആഹാരമെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടാകുമായിരുന്നു. ഇതതുമില്ല, ഉറക്കവുമില്ല. അന്നേരം അരവിന്ദ് ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? ഇല്ലെന്നാണ് സ്റ്റാഫ് പറഞ്ഞത്. ഒരുമിച്ചിരുന്നുള്ള ആഹാരം കഴിപ്പൊക്കെ നിന്നില്ലേ? അപ്പോഴേക്കും സുജാത അവിടേക്ക് ചായയുമായി വരികയാണ്. സുജാതയോട് അരവിന്ദ് ചോദിക്കുകയാണ്, അല്ല ചേച്ചി, അച്ഛൻ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല സാർ, ഒന്നും കഴിക്കുന്നില്ല. ചായ കൊണ്ടു കൊടുത്തിട്ട് അതുപോലും കുടിക്കുന്നില്ല. അരവിന്ദ് ദേഷ്യത്തോടെ പറയുകയാണ്, ഞാനിത് അങ്ങോട്ട് ചോദിക്കുമ്പോഴല്ല നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടത്. ഞാൻ നന്ദന മേഡത്തിനോട് പറഞ്ഞതാണ് സാർ. ശരി, ആഹാരം എടുത്തു വയ്ക്കുക, നന്ദനവാ എന്നും പറഞ്ഞ് നന്ദനയും കൂട്ടി പോവുകയാണ് അരവിന്ദ്. അതിനുശേഷം അരവിന്ദും നന്ദനയും കൂടി ശിവരാമകൃഷ്ണന്റെ മുറിയിൽ വന്ന് അച്ഛ എന്നും പറഞ്ഞ് അവിടേക്ക് നോക്കുകയാണ്. അരവിന്ദ് പറയുകയാണ്, ഇവിടെങ്ങും ഇല്ലല്ലോ നന്ദന, അല്പം മുമ്പ് ഇങ്ങോട്ടാണല്ലോ കയറിയത്. പിന്നെ ഇത് എപ്പോൾ ഇറങ്ങിപ്പോയി എന്ന് നന്ദന പറയുകയാണ്. ഇനി മുകളിലുണ്ടാകുമോ? വാ നോക്കാം എന്നും പറഞ്ഞ് അരവിന്ദം അവിടേക്ക് പോവുകയാണ്. അന്നേരം സുജാത ഭക്ഷണം എടുത്തു വയ്ക്കുകയാണ്. നന്ദന സുജാതയോട് ചോദിക്കുകയാണ്, ആ സുജാത, അങ്കിളിനെ കണ്ടോ? റൂമിലില്ലല്ലോ. കുറച്ചു മുൻപ് വരെ അവിടെ ഉണ്ടായിരുന്നു മാഡം. പിന്നെ അച്ഛൻ ഇത് എവിടെ പോയി? വാ മുകളിൽ നോക്കാം എന്നും പറഞ്ഞ് നന്ദന അരവിന്ദിനെയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ്. മുകളിലെത്തി അരവിന്ദും നന്ദനയും അച്ഛ, അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ശിവരാമകൃഷ്ണനെ വിളിക്കുന്നുണ്ട്. ഇവിടെയെങ്ങും ഇല്ല എന്ന് നന്ദന പറയുകയാണ്. അയ്യോ, അച്ഛൻ ഇത് എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞ് അരവിന്ദ് സങ്കടപ്പെടുന്നു. നന്ദന പറയുകയാണ്, ഇനി പുറത്തേക്കെങ്ങാനും പോയോ? വീണ്ടും അവർ ടെറസിന്റെ മുകളിലും ബാൽക്കണിയിലുമൊക്കെ ശിവരാമകൃഷ്ണനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ നന്ദന സ്റ്റെപ്പ് കയറി വരുന്ന ശിവരാമകൃഷ്ണനെ കാണുന്നുണ്ട്. നന്ദന അരവിന്ദിനോട് പറയുകയാണ്, അങ്കിൾ ഇവിടെയുണ്ട് അരവിന്ദ്.
ശിവരാമകൃഷ്ണൻ പാട്ടൊക്കെ പാടി അവരെ ശ്രദ്ധിക്കാതെ നടന്നു പോവുകയാണ്. അപ്പോൾ നന്ദന ചോദിക്കുന്നു, അങ്കിൾ ഇതെവിടെ പോയിരുന്നു? വളരെ സന്തോഷത്തോടു കൂടി ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഞാൻ അഖിലയെ തിരക്കി പോയതാണ്. അവൾ ചിലപ്പോഴൊക്കെ ഈ പടിയിറങ്ങി താഴെ പോയി നിൽക്കാറുണ്ട്. നല്ല പ്രകൃതി ഭംഗിയല്ലേ, നല്ല കുളിരുള്ള കാറ്റും താഴ്വരയിലെ പക്ഷികളും മുകളിൽ കുങ്കുമം പൂശിയ ആകാശവും. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഞാനും അവളോടൊപ്പം കൂടാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. അത്രയും പറഞ്ഞ് ശിവരാമകൃഷ്ണൻ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അരവിന്ദിനെ വിളിക്കുകയാണ്, അരവിന്ദ് ഇവിടെ വാ. താഴെ തെക്ക് വശത്ത് ആരാ ഇത്രയും വിറകിട്ട് കത്തിച്ചിരിക്കുന്നത്? ഉണ്ടാകെ നിൽക്കുന്ന അരവിന്ദിനോട് വീണ്ടും ചോദിക്കുകയാണ്, എടാ ചോദിച്ചത് കേട്ടില്ലേ, ആരാണിത് ചെയ്തതെന്ന്? എന്തൊരു വൃത്തികേട്, ആ കുറുപ്പായിരിക്കും അത് ചെയ്തത്. നോക്കിയിട്ട് അയാളെ കാണാനുമില്ല. ഇങ്ങോട്ട് വരട്ടെ. വന്ന് ഇതിപ്പോ ഒരു നാഥനില്ലാത്ത കളരി പോലെയായി. അന്നേരം നന്ദന അരവിന്ദിനോട് പറയുകയാണ്, കുറുപ്പേട്ടൻ ഇങ്ങോട്ട് വരാതായിട്ട് നാളുകൾ കുറച്ചായി. എന്തോ ചുറ്റിക്കളി ഫീൽ ചെയ്യുന്നുണ്ട്. ശിവരാമകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, അതാ അഖില ഇപ്പോൾ ഒരു അരമണിക്കൂർ എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ ഇവിടത്തെ കാര്യങ്ങളൊക്കെ താളം തെറ്റും. കുടുംബിനി ഇല്ലാത്ത കുടുംബത്ത് ഇരുട്ട് തന്നെയാണ്. ഗൃഹലക്ഷ്മി മാറുന്ന നേരത്ത് മൂദേവി വന്ന് കയറുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്? ഇതൊക്കെ കേട്ട് സങ്കടം കടിച്ചമർത്തി നിൽക്കുകയാണ് അരവിന്ദ്. ശിവരാമകൃഷ്ണൻ വീണ്ടും പറയാണ്, ദേ രണ്ടുപേരോടും കൂടി ഞാൻ പറയുകയാണ്, ആ കുറുപ്പിനെ കൊണ്ട് അവിടെ കത്തിച്ച ചാരമൊക്കെ പെട്ടെന്ന് വാരിക്കളയണം. എടാ അഖില വന്ന് കണ്ടാൽ അത് മതി. വീണ്ടും വാച്ചിൽ സമയം നോക്കിയിട്ട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഈ അഖില ഇത് എവിടെ പോയി കിടക്കുകയാണ്? വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഓ, ഒരു മകനും മരുമകളും ഇവിടെയുണ്ട്. അമ്മ എവിടെയാ പോയിരിക്കുക എന്നുള്ളതൊന്നും അന്വേഷിക്കുക പോലും ഇല്ല. അവളുടെ കാര്യത്തിൽ മക്കൾക്ക് പോലും ഒരു ഉത്തരവാദിത്വം ഇല്ല. അച്ഛാ അത് പിന്നെയെന്നും പറഞ്ഞ് ശിവരാമകൃഷ്ണനെ അരവിന്ദ് പിടിക്കുമ്പോൾ അരവിന്ദിനോട് പറയുകയാണ്, അരവിന്ദ് നീ ഇങ്ങനെ ആകരുത്. അമ്മ എന്ന് പറയുന്നത് വസുന്ധരയാണ്, ജീവിച്ചിരിക്കുന്ന സത്യമാണ്. അമ്മയെ വേദനിപ്പിച്ചാൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിന്നെ ശപിച്ചു കളയും. ഇത് കേട്ട് അരവിന്ദ് ആകെ പൊട്ടിക്കരയുകയാണ്. അന്നേരം ശിവരാമകൃഷ്ണൻ അരവിന്ദിനോട് പറയുകയാണ്, അരവിന്ദ് മോനെ, നീ എന്തിനാ വിഷമിക്കുന്നത്? എടാ നീ അച്ഛന്റെ പൊന്നുമോനല്ലേ, നിന്നെ എനിക്ക് വിശ്വാസമാണ്. നീ അമ്മയെ വിഷമിപ്പിക്കില്ല. അന്നേരം നന്ദന വിളിക്കുകയാണ്, അങ്കിൾ വാ, അങ്കിൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ആഹാരം കഴിക്കാം. എന്താ നന്ദനമോളെ ഈ പറയുന്നത്? എന്റെ അഖിലയില്ല ഞാൻ ആഹാരം കഴിക്കുകയോ? അവൾ വരട്ടെ, അവൾ ഇപ്പോൾ വരും. പണ്ട് മുതലേ പ്രിയപ്പെട്ടവരെ പലരും കരയിപ്പിക്കാറുണ്ട്. പലരും പറയും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും ശിവനും ഉമയും പോലെയാണെന്ന്. അല്ല, അത് വാസ്തവമാണ്. അഖിലയുടെ ജീവശ്വാസം പടരാത്ത സ്ഥലത്ത് എനിക്ക് ശ്വാസം മുട്ടും. അച്ഛാ നമുക്ക് താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് അരവിന്ദ് വിളിക്കുകയാണ്. ശരി, നമുക്ക് താഴേക്ക് പോവാം. ഒരുപക്ഷെ അവൾ അവിടെ വന്ന് ഇരിക്കുകയാണെങ്കിലോ? ബാബാ എന്നും പറഞ്ഞ് അരവിന്ദിനെയും കൂട്ടി ശിവരാമകൃഷ്ണൻ താഴേക്ക് പോവുകയാണ്. താഴെ വന്ന ശിവരാമകൃഷ്ണൻ അഖില എന്നൊക്കെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വന്നില്ലേ? അതിനുശേഷം സുജാതയെ വിളിക്കുകയാണ്. അഖില വന്നില്ലേ? വന്നില്ല സാർ. ഈ അഖില എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നന്ദന പറയുകയാണ്, അങ്കിൾ വന്നേ, അങ്കിൾ ഇവിടെ ഇരുന്നേ. ഇരിക്കങ്കിൾ എന്ന് പറയുമ്പോൾ ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തിന്? ആഹാരം കഴിക്കാനാണെങ്കിൽ അഖില കൂടി വരട്ടെ മോളെ. അഖിലാന്റി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് പോയതാണ് അങ്കിളിനെ നിർബന്ധിച്ച് ആഹാരം കൊടുക്കണമെന്ന്. ആണോ? അഖില അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചോദിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. എന്നാ ഇരിക്കാം എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ശിവരാമകൃഷ്ണൻ ഇരിക്കുകയാണ്. നന്ദന പറയുകയാണ്, മാത്രമല്ല ഇതെല്ലാം അഖിലാന്റി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്, അങ്കിളിന് വേണ്ടി മാത്രം. അങ്കിൾ ഇത് കഴിച്ചില്ല എങ്കിൽ അഖിലാന്റി ഒരക്ഷരം മിണ്ടില്ല എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പിന്നെ എന്തുകൊണ്ട് നീ ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം വാരി കഴിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. ഇതൊക്കെ കണ്ട് സങ്കടം സഹിക്കാൻ നിൽക്കുകയാണ് അരവിന്ദ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, കഴിച്ചില്ലെങ്കിൽ അഖില പിണങ്ങും. അഖില പിണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ദേ ഞാൻ ആഹാരം കഴിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും സാക്ഷികളാണേ. ഇല്ലെങ്കിൽ അഖില വിശ്വസിക്കില്ല. ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് അഖില വിചാരിക്കും. എന്നിട്ട് ശിവരാമകൃഷ്ണൻ പറയാണ്, അഖിലയുടെ കൈപുണ്യം അത് ഞാൻ വേറൊരാളിലും കണ്ടിട്ടില്ല. ശിവരാമകൃഷ്ണന്റെ മുൻപിൽ അരവിന്ദും നന്ദനയും കരയാതെ സങ്കടം കടിച്ചമർത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുബ്രുവിന്റെ വീടാണ്. അവിടെ അനിയൻകുട്ടൻ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോഴേക്കും ഫാസിയുടെ ഓട്ടോയിൽ ആനന്ദ് വരുന്നുണ്ട്. ആനന്ദ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ചോദിക്കുകയാണ്, എത്രയായി ഫാസി? കാശ് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം, വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആനന്ദ് പൈസ എടുത്ത് ഫാസിക്ക് നേരെ നീട്ടുകയാണ്. വേണ്ടെണ്ണ, അതിരുന്നോട്ടെ എന്ന് ഫാസി പറയുമ്പോൾ ഇത് പിടിക്ക് എന്നും പറഞ്ഞ് ഫാസിയുടെ പോക്കറ്റിൽ പൈസ വെച്ചു കൊടുക്കുകയാണ് ആനന്ദ്. ആനന്ദിനെ കണ്ട അനിയൻകുട്ടൻ ചോദിക്കുകയാണ്, വലിയ കുഞ്ഞെ ചേച്ചിയെ കണ്ടില്ലേ? ഇല്ല. കല്യാണി എവിടെ പോയി? അത് ചേച്ചി ശിവരാമൻ സാറിനെ കാണാനായി പോയി. അത് കേട്ട് പരിഭ്രമിച്ച ആനന്ദ് ചോദിക്കുകയാണ്, കല്യാണി അങ്ങോട്ട് പോയോ? എന്തിന്? അവൾക്കവിടെ എന്താ കാര്യം? അന്നേരം ആനന്ദ് കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. അച്ഛനെ കൊന്നത് വലിയ കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊന്നത് വലിയ കുഞ്ഞിന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങുന്ന ആനന്ദിനെ വലിയ കുഞ്ഞെന്ന് വിളിക്കുകയാണ് അനിയൻകുട്ടൻ.
എന്താ അനിയൻകുട്ടാന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്തിനാ നീ കരയുന്നത്? അനിയൻകുട്ട കാര്യം പറയാ. എന്തിനാ വലിയ കുഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത്? എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല വലിയ കുഞ്ഞ്. എന്റെ കാര്യം വിട്ടേക്ക്. എന്റെ ചേച്ചിക്ക് വലിയ കുഞ്ഞല്ലാതെ മറ്റാരും ഇല്ല. അതുകൊണ്ട് അനിയൻകുട്ടൻ പറയുകയാണ്, എന്റെ ചേച്ചിയോട് പിണങ്ങല്ലേ വലിയ കുഞ്ഞ്. അനിയൻകുട്ട നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, നീ പഠിക്കാൻ നോക്ക്. ഏയ് കരയണ്ട, ഒന്നുമില്ല. അതിനുശേഷം ആനന്ദ് മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. എന്നിട്ട് ഫാസി പറയുകയാണ്, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല, വർക്ക്ഷോപ്പിൽ കയറ്റിയാലേ പറ്റൂ. അപ്പോൾ ആനന്ദ് പറയുകയാണ്, ഫാസി നീ വണ്ടി എടുക്ക്. എങ്ങോട്ടാ? നീ വണ്ടി എടുക്ക്, ഞാൻ പറയാം. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ എന്തൊക്കെയോ വെറുതെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. അന്നേരം കല്യാണി അവിടേക്ക് വരികയാണ്. കല്യാണിയെ കണ്ടപ്പോൾ ശിവരാമകൃഷ്ണൻ ആ കല്യാണി എന്നും പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഓടിച്ചെല്ലുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.